Oh
രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നാളും
ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ, എന്നാലോ ഞങ്ങളുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ അടിയങ്ങളുടെ നമ്മുടെ കർത്താവിന്റെ പാവനമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള അനുഗ്രഹങ്ങളോടും വയ്യാഹാരങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നതായ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ. ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥരും
മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ വിജയ സ്ലീമയാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നാമോപരിക്കും ഭാഗ്യമായ ദാസനാകുന്നു നിങ്ങൾ പ്രാർത്ഥനകൾ മുഖാന്തരം കരുണയും സഹായവും പ്രാപിപ്പാൻ ഇടപെടട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താലെ പോകുവിൻ. നാൾതോറും ഞങ്ങൾ ബലഹീനതയെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. പ്രധാനാചാര്യന്മാർ മുഖാന്തരം എന്റെ ബലഹീനതയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള അവിടുത്തെ പൗരോഹിത്യാധികാരത്തിൽ അനുഗ്രഹീതരായിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതായ സകല പാപങ്ങൾക്കും ഞാൻ നിങ്ങൾക്ക് മോചനം നൽകുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കഷ്ടാനുഭവങ്ങളും മർത്തമറിയാം അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിങ്ങൾക്കിടയാക്കുകയും ചെയ്യുമാറാകട്ടെ. ആയതിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധ റൂഹായുടെ നാമത്തിലും തന്നെ. സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു.
പിതായും വൈദികരും ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് പിക്ചർ ഇമ്മീഡിയറ്റ്ലി എടുക്കും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈമുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വന്നിട്ടുള്ള എല്ലാവരും പള്ളിയകത്ത് തന്നെ യഥാർത്ഥ സ്ഥാനങ്ങളിലേക്കണം. ഒരു വെരി ഷോർട്ട് മീറ്റിംഗ്, അധികം സമയമെടുക്കില്ല. അഭിമന്യ തിരുമേനിക്ക് 12:30 ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകുവാനുള്ളത് കൊണ്ട് ഒട്ടും ദീർഘിപ്പിക്കാതെ കാര്യം നടത്തേണ്ടത് കൊണ്ട് ആരും പള്ളിയിൽ നിന്ന് പോകരുത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി കൈമുത്ത് കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ സീറ്റുകളിൽ ഇരുന്നാൽ എത്രയും വേഗം മീറ്റിംഗ് ഫിനിഷ് ചെയ്ത് അതിനുശേഷം എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണവും കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അല്പം ധൃതിയിൽ മീറ്റിംഗ് നടത്തപ്പെടും.
മീറ്റിംഗിന്റെ തുടക്കത്തിലെ പ്രാർത്ഥന ഇപ്പോൾ തിരുമേനി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ മീറ്റിംഗ് ആരംഭിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദർശനം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാവം പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്. പിന്നെയോ നഷ്ടം രക്ഷിക്കണമേ. രാജ്യം ശക്തിയും മാർഗവും നയിക്കുന്നവர்களാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നമുക്ക് വേണ്ടി എപ്പോഴെപ്പോഴും മരണസമയത്തും ദൈവത്തിനാരുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. Welcome speech, Church Secretary Joel Joseph. Your Eminence, very Reverend Fathers, Reverend Deacon, parents, brothers and sisters in Christ. I'm here today to welcome everyone to this public meeting. Let me first begin by welcoming His Eminence, Moriala Titus, to this meeting. We are very thankful to have Tirimini take his valuable time to come for the dedication of our church and for the elevation of Reverend Father Joseph C. Joseph to Episcopa. On behalf of the church, I'm welcoming Tirimini to this meeting. Due to the time and Tirimini having to go to the airport, I'm going to welcome the clergy together. Very Reverend Father Bobby Joseph, Vicar of St. Mary's Stone Mountain, Georgia. Reverend Father Matthew Seratra, Vicar of St. Mary's Augusta, Georgia. Reverend Father James Scaria, Vicar of St. Mary's Detroit, Michigan. Reverend Father Shinoch Joseph, Vicar of St. Mary's Houston, Texas. Reverend Father Bija Matthew, Associate Vicar of St. George, Charlotte, North Carolina. Also Reverend Deacon Martin Babu from St. Mary's Houston. Also let me mention Reverend Father Matai Pudukunut, Vicar of St. Ignatius Elias III, Delburn, Georgia, who was here yesterday for the dedication, but unfortunately could not make it today due to prior commitments. On behalf of the church, I'm welcoming all the clergy to the meeting. Let me now welcome all the guests from out of town, from Dallas, Houston, Pennsylvania, North Carolina, South Carolina, Augusta, Miami, and guests from all the churches throughout Metro Atlanta. And also New York, sorry. On behalf of the church, I welcome you to the meeting. Finally, last but not least, I'm welcoming all of our church members to the meeting. May God bless this meeting. Thank you. ഇപ്പോൾ നമ്മോട് സംസാരിക്കും. നവാപേക്ഷിതനായ ജോസഫ് കൊറബിസ്കോപ്പ അച്ഛൻ, വലിയ വൈദിക സഹോദരങ്ങളെ, ഈ ഇടവകയുടെ അംഗങ്ങളെ, പുറത്തുനിന്നും ഈ മനോഹരമായ ആത്മീയമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ദൈവജനമേ, ഇന്നലെയും ഇന്നുമായി വളരെ ദൈർഘ്യമേറിയ ശുശ്രൂഷകൾ നാം നിർവഹിച്ചു. ഇന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാനാണ് ഇവിടെ എത്രയും പെട്ടെന്ന് ഏറ്റവും ആദ്യം ഇവിടുന്ന് പോകേണ്ടത് എന്നുള്ളത് കൊണ്ട് മീറ്റിംഗ് തുടങ്ങി വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. ആ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ സമയത്ത് ഞാൻ ക്ഷണിക്കുകയാണ്. പ്രസംഗിക്കുവാനുള്ള അവസരം ഇന്നലെയും ഇന്നും വളരെ ചുരുക്കമായിരുന്നു എന്നതുകൊണ്ട് എവിടെ വെച്ച് പ്രസംഗിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു സംശയമായിരുന്നു. ഞാൻ രണ്ട് ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: യഹോവ അവനോട് അരുളിച്ചതെന്നാൽ, ശലോമോൻ രാജാവിനോട് അരുളിച്ചതെന്നാൽ,
നീ എന്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോയില്ല. ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അറിയിച്ചതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. 2 ദിനവൃത്താന്തം വായിക്കാൻ മുഴുവനുണ്ട്. 5ഉം 6ഉം അധ്യായങ്ങളില് ശലോമോൻ രാജാവ് ദേവാലയം പണിതതിനു ശേഷം ദൈവസന്നിധിയിൽ അത് മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ ചെയ്തതായ ശുശ്രൂഷ നിർവഹിച്ച് കർത്താവിന്റെ തേജസ് ആ സ്ഥലത്ത് ആവശ്യപ്പിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ വീട്ടിൽ പോയിട്ട് ആ ഭാഗം 2 ദിനവൃത്താന്തം അധ്യായം 5, 6 തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയത്തിന് വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർന്നു. പിന്നെ ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വസ്തുക്കളായ വെള്ളിയും പൊന്നും ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്ന് ദേവാലയത്തിലെ ഭണ്ഡാരഗ്രഹങ്ങളിൽ വെച്ചു. അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. അതിന് മറ്റൊരുക്കങ്ങളാണ് അതിനിടയിലുള്ളത്. എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും സംഗീതങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരത്തിൽ കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയത്തിലെ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിൽ നിൽപ്പാൻ പോലും കഴിഞ്ഞില്ല. അതുപോലെ തന്നെ 6-ാം അധ്യായത്തിലും നാം അത് കാണുന്നുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അതിനെക്കുറിച്ച് ചെറുതായിട്ട് പരാമർശിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. ശലോമോൻ രാജാവ് ദൈവത്തോട് പറയുന്നു, ഈ ആലയത്തിൽ നിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട്, ഇന്ന കുറവുകൾ കൊണ്ട്, കഷ്ടതകൾ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, രോഗങ്ങൾ കൊണ്ടൊക്കെയും നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അത് കേട്ട് ഉത്തരമരണമേ എന്ന് പ്രാർത്ഥിക്കുകയും കർത്താവ് അത് സ്വീകരിച്ച് അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നതായ ഭാഗങ്ങളാണ് നാം വായിക്കുന്നത്. 5, 6, 7 ഭാഗങ്ങളൊക്കെയും അധ്യായങ്ങളൊക്കെയും. ഞാൻ പറഞ്ഞു വന്നത്, നാം ഇന്നലെ വലിയ ഒരു അനുഗ്രഹീതമായ ഒരു സന്ദർഭം, ഒരു അഭിഷേകം ഈ പള്ളി പണിത് അത് ദേവാലയമായി ദൈവത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി അത് സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ട് മാറണം. നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ ഇടവകയുടെ, ഈ ഭദ്രാസനത്തിന്റെ, സഭയുടെ ഒക്കെയും അനുഗ്രഹത്തിനായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എത്രയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കോർപ്പിസ്കോപ്പ് ആസ്ഥാനത്തേക്ക് ഉയർത്തി പരിശുദ്ധ പാത്രീസ് ബാവായുടെ അനുഗ്രഹ കൽപ്പനയോടുകൂടെ ബലഹീനായ നാം ആ കൃത്യം നിർവഹിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ വിവാഹിതനായ ഒരു പട്ടക്കാരന് ലഭിക്കാവുന്ന വലിയ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് കോർപ്പിസ്കോപ്പ് സ്ഥാനം. ഈ ഭദ്രാസനത്തിൽ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഭദ്രാസനത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ശുശ്രൂഷ പുരോഹിതനായിട്ട് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഭദ്രാസനത്തിന്റെ ഏറ്റവും കൂടുതൽ ഇടവകകൾ തുടങ്ങുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും സാധിച്ചതായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എത്രയും വന്യ ജോസഫ് കോർപ്പിസ്കോപ്പ് അച്ഛന് ആ സ്ഥാനത്തിന് ഏറെ അർഹതയുണ്ട്, എത്രയും അർഹനാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ ഓർക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ പാത്രീസ് ബാവയുടെ കൽപ്പന വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. മാർച്ച് 22-ാം തീയതിയാണ് ഞാനത് ഫാക്സ് മുഖേന പരിശുദ്ധ പാത്രീസ് ബാവയെ അറിയിച്ചത്. 24-ാം തീയതി അനുഗ്രഹ കൽപ്പനയായിട്ട് അത് ഇമെയിൽ വഴി എനിക്ക് വന്നു, എൻ്റെ ഒറിജിനൽ കോപ്പിയും വന്നു. പിന്നീട് അന്ന് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വിളിച്ചു പറയുവാനായിട്ട്, സന്തോഷകരമായ ആ വാർത്ത അറിയിക്കുവാനായിട്ട്. അദ്ദേഹം ആ സമയത്ത് ഈ പള്ളിയിൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഔട്ട് ഓഫ് ടൈമാണ്. അപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെയും വളരെ തിരക്കിട്ട ജോലിയുണ്ട്, വളരെ ദൂരത്താണ്, അതിനിടയിൽ വീടും വളരെ ദൂരത്താണ്, ഒക്കെയും മറികടന്ന് വളരെയേറെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ദേവാലയം നിങ്ങളോട് ഒത്തുചേർന്ന് വാങ്ങിക്കുവാനും അത് പണിത് ഇതുപോലെ മനോഹരമായിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ കൂദാശ ചെയ്യുവാനും ഒക്കെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തെ
നന്ദിയോടെ സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളൊക്കെയും ഈ ഇടവകയ്ക്ക് മാത്രമല്ല ഈ അറ്റ്ലാന്റ പ്രദേശത്തിന് മാത്രമല്ല നമ്മുടെ സഭയിൽ പൊതുവെ ഭദ്രാസനത്തിൽ പ്രത്യേകിച്ച് കൂടുതൽ കൂടുതൽ പ്രയോജനകരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രയും മുന്നേ വർഗീസ് പ്രഭാഷനോടും അച്ഛൻ്റെ കുടുംബത്തോടും ഈ ഇടവകയിൽ നിങ്ങൾ എല്ലാവരോടുമുള്ള അനുമോദനം ആശംസകളൊക്കെയും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുമേനിക്ക് വളരെ തിരക്കുള്ളത് കൊണ്ട് അതിന് ഞാൻ മീറ്റിങ്ങിന് ചില ഓർഡറുകളിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് തിരുമേനി ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദേവാലയം വാങ്ങി അതിനുശേഷം ഇതിന്റെ മദ്ബഹായുടെ പണിയെക്കുറിച്ച് ചിന്തിച്ചു. അതിലേക്കൊക്കെയും ഇടവകയിലെ എല്ലാ ആളുകളും ആപാലബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും അതിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഭാഗവാക്കുകളായിട്ടുണ്ട്. പ്രത്യേകിച്ച് മദ്ബഹായുടെ പണി തുടങ്ങിയ സമയം മുതൽ വളരെയധികം ദീർഘമായ അവേഴ്സ് ഈ ദേവാലയത്തിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. രാവിലെ 6 മണി 8 മണി മുതൽ രാത്രി 1 മണി 2 മണി വരെയൊക്കെയും പണിതിട്ട് വീണ്ടും രാവിലെ 8 മണിക്ക് വന്ന് ഇവിടെ ജോലി ചെയ്താണ് ഇത്രയും വേഗം ഈ മദ്ബഹായുടെ പണി തീർത്തിരിക്കുന്നത്. ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുകയും അവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവകയിലെ പല വ്യക്തികളും അവരുടെ വിലയേറിയ സമയം ഇവിടെ വന്ന് ചെലവഴിച്ചു. അവരുടെ പണം ചെലവാക്കി ഈ ഗ്യാസിനൊക്കെയും വളരെ വിലപിടിപ്പുള്ള സമയത്ത് ദൂരെ നിന്നും അടുത്തു നിന്നൊക്കെയും വന്ന് അവരാൽ കഴിയുന്നതായ സഹായങ്ങളൊക്കെയും ചെയ്തു. എന്നാൽ 2-3 വ്യക്തികൾ അതിലൊക്കെയും ഉപരിയായി ഈ ദേവാലയ വാങ്ങിക്കുന്ന സമയം മുതൽ പ്രത്യേകിച്ച് ഈ പ്രണോസിന്റെയും മദ്ബഹായുടെയും പണിയുടെ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടിയതായ 2-3 ആളുകളുണ്ട്. അവരെ പ്രത്യേകമായി ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. അതിന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായി കഴിഞ്ഞാൽ എത്രയും വേഗം വിളിക്കുന്നത് 2 പേരെയാണ് പെട്ടെന്ന് വിളിക്കുന്നത്. അതിൽ ഒന്ന് ആദ്യമായി ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നത് തോമസ് ജോസഫ്. We have a plaque, Award of Excellence presented to Thomas Joseph for your generous commitment of time, support, inspiration to our church altar construction endeavors. Presented on the 29th day of April 2006, St. Mary's Syrian Orthodox Church, Winder, Georgia. ഇപ്പോൾ ഇത് തിരുമേനി സണ്ണിക്ക് നൽകുന്നു. അടുത്തതായ വ്യക്തി നിങ്ങൾക്കൊക്കെ അറിയാരായിരിക്കും എന്നുള്ളത് ജോസി ജോൺ. അദ്ദേഹവും വളരെയധികം സമയം ഇവിടെ ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം വേണ്ടത്രയും സമയം ചെലവഴിച്ചു. ബേബിക്കൊക്കെയും അക്കോമഡേഷൻ കൊടുക്കുകയും അവിടെ താമസിപ്പിക്കുകയൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ ക്രമീകരണവും ചെയ്തു. ഇപ്പോഴും ഏതാണ്ട് ക്രമീകരണത്തിന്റെ ഇടയിലാണ്. അതുകൊണ്ടാണ് ആളിവിടെ ഇല്ലാത്തത്. ആളിപ്പോഴേക്ക് വരും. അപ്പോഴേക്ക് ഈ പ്ലാക്ക് സെയിം പ്ലാക്ക് ആണ്. അത് കാരണം വീണ്ടും റീഡ് ചെയ്യുന്നത്. Above all, ഈ ദേവാലയം വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ സമയം ഈ ദേവാലയത്തിൽ ചെലവഴിച്ച ഒരു വ്യക്തിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ പള്ളിയിലെ എല്ലാ വ്യക്തികൾക്കും അറിയാതെ ആരാണെന്ന് ഞാൻ പേര് പറയാം. ഏറ്റവും കൂടുതൽ സമയം ഈ ദേവാലയത്തിൽ ചെലവഴിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും എന്ത് ജോലി തന്നെ ആയാലും വന്നു ചെയ്യുകയും പറയാതെ തന്നെ പലപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഫോണ് കേട്ട് കഴിഞ്ഞാൽ പേര് വിളിച്ചു കഴിയുമ്പോഴേക്കും ആളുടെ പേര് ഞാൻ പറയുന്നില്ല, എന്തോ എന്ന് വിളി കേട്ട് കഴിഞ്ഞാൽ ഞാൻ പോയേക്കാം ഉടൻ തന്നെ
അങ്ങനെ ഒരു വ്യക്തി. ആ ആൾ ആരാണെന്ന് പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതോ അവസ്ഥയിൽ പെരുകാതെ പറഞ്ഞു. അദ്ദേഹം ചെയ്ത എല്ലാ സേവനത്തിനും ഈ പ്ലാക്കിനോടൊപ്പം ഈ ഇടവകയ്ക്ക് വേണ്ടി, ഈ ഇടവകയുടെ ഒരു ചെറിയ ഉപകാരമായി ഒരു ചെറിയ മോതിരം കൂടി അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. ഏറ്റവും അധികം സമയം താങ്ക് യു ഓൾ ഓഫ് യു. തിരുമേനിക്ക് പോകുവാനുള്ളത് കൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവസാനം പറഞ്ഞു. ഒരു വാക്യം കൂടി സത്യത്തിൽ കൊടുത്ത് ഇപ്പൊ കൊടുത്തതിന് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ഈ ദേവാലയം നാം നിർമ്മിച്ചപ്പോൾ വാങ്ങിക്കുകയും അത് ചെയ്യുകയും ചെയ്തപ്പോഴൊക്കെയും അനേക വ്യക്തികൾ ചെറുതും വലുതുമായിട്ട് സഹായിച്ചു. ഇപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ആളുകൾ അവരത് പ്രതീക്ഷിച്ചതല്ല എങ്കിൽ പോലും നാം അത് അർഹമായ രീതിയിൽ അത് ചെയ്തു. എന്നിരുന്നാൽ പോലും ആരെയും മാറ്റി നിർത്തുവാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്നില്ല. എല്ലാവരും ചെറുതും വലുതുമായിട്ട് ഈ സംരംഭത്തിൽ പങ്കുകൊണ്ടു. നെഹമ്യാവിന്റെ പുസ്തകം 13:14 നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ ദൈവമേ, ഇത് എനിക്കായി ഓർക്കണമേ. ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനും അതിന്റെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എന്റെ സൽപ്രവൃത്തികളെ മായ്ച്ചു കളയരുത്. ഇത് ആ വാക്യം നാം ദേവാലയത്തിന് വേണ്ടി ചെയ്തത് എത്ര ചെറുതായാലും വലുതായാലും മറ്റുള്ളവർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ തന്നെയും ദൈവം അറിയുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 30, 60, 100 മേനിയായി ദൈവം പ്രതിഫലം നൽകും. നിങ്ങളെല്ലാവരെയും ഓർത്തൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനിക്ക് പോകുവാൻ ധൃതിയായതുകൊണ്ട് തിരുമേനി ഇപ്പോൾ പോകും ഭക്ഷണം കഴിക്കാനായിട്ട്. 2 അച്ഛന്മാരും കൂടി തിരുമേനിയോട് കൂടി പോകുവാനുണ്ട്. ജെയിംസ് അച്ഛനും ശ്രീനോ അച്ഛനും. അവർക്ക് പറയാനുള്ളതായ കാര്യങ്ങൾ അവരിപ്പോൾ കേട്ടത്തില്ല എങ്കിൽ തന്നെയും ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെയും ഭംഗിയാക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഈ ഇടവകയുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ ഫാമിലിയുടെ പേരിലും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം അവർക്കിപ്പോൾ ജെയിംസ് അച്ഛന് 2 മിനിറ്റ് സമയം ഒരു വാക്ക് പറയുവാനുള്ളതായ സമയം ഇപ്പോൾ നൽകുന്നതാണ്. അഭിവന്ദനായ തിരുമേനി, വന്ദനായ എപ്പിസ്കോപ്പന്മാരെ, വൈദികരെ, ശുമാശന്മാരെ, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ 3 ദേവാലയത്തിലൂടെ നീതി പുലർത്തേണ്ടവരാണ്. ഒന്ന്, തൻ്റെ തന്നെ ശരീരവും മനസ്സുമാകുന്ന ദേവാലയം. 2, പരിശുദ്ധ സഭയാകുന്ന ദേവാലയ ചർച്ച് അറ്റ് ലാർജ്. 3, നാം നിർമ്മിക്കുന്നതായ ഈ ഫിസിക്കൽ ബിൽഡിംഗ്. ഇതില് കൊരിന്ത്യർ ലേഖനം പരിശോധിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തു വസിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളാണല്ലോ നിങ്ങളുടെ അടുത്ത്. ഓരോ വ്യക്തിയും ഏറ്റവും കൂടുതൽ ഇന്റഗ്രിറ്റി കാണിക്കേണ്ടത് നാം ആകുന്ന ദേവാലയത്തിനോടാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായ സുറിയാനിക്കാരുടെ കവിയായിരുന്ന അപ്രയം രേഖപ്പെടുത്തുകയുണ്ടായി, നിന്റെ ശരീരം ദേവാലയവും നിന്റെ മനസ്സ് അൾത്താരയുമായിരിക്കട്ടെ. നിന്റെ ശരീരം ദേവാലയവും നിന്റെ മനസ്സ് അൾത്താരയും. അവിടെയാണ് ദൈവത്തിന് ബലിയർപ്പിക്കപ്പെടേണ്ടത്. ആ നിലയിൽ ഈ ദേവാലയം, നിങ്ങളാകുന്ന ദേവാലയം വളരുന്നതിന് ഈ ഫിസിക്കൽ സ്ട്രക്ചർ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിൽ ഈ പുതിയ വഴിത്തിരിവിൽ ദൈവം നൽകിയ ദാനം കൂടുതൽ ആദായത്തോടും കൂടുതൽ ഊർജ്ജശ്രദ്ധയോടും പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ക്രിസ്തു നരാക്കിലേക്ക് ഞാൻ ഓടുന്നു എന്നുള്ള ആ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ
അച്ഛനെ ദൈവം ശക്തി കൊടുക്കട്ടെ. അച്ഛനെ എൻ്റെ വ്യക്തിപരമായ പേരിൽ അനുമോദനം അറിയിക്കുന്നു. ഡിട്രോയിറ്റ് ചെറിയ ഇടവകയുടെ പേരിൽ ഞങ്ങളുടെ അച്ഛനെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷിനോ ജോസഫ് അച്ഛൻ ഹ്യൂസ്റ്റൺ സെയിന്റ് മേരീസ് ഇടവകയിലെ വികാരിയാണ്. അച്ഛൻ 2 വാക്ക് നമ്മൾ പറയുന്നത്. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. അഭിവന്യ തിരുമേനി, വന്ധ്യ ബോബി കോർപ്പിസ്കോപ്പച്ചൻ, മറ്റ് ബഹുമാന്യരായ വൈദികരെ, ഇന്ന് കോർപ്പിസ്കോപ്പയായിരിക്കുന്ന വന്ധ്യ ജോസഫ് കോർപ്പിസ്കോപ്പ അച്ഛൻ, ബഹുമാനപ്പെട്ട ഷമ്മാശൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പള്ളിയുടെ കൂദാശയിലും അതിലുപരിയായി ഈ വന്ധ്യ കോർപ്പിസ്കോപ്പാച്ചൻ്റെ സ്ഥാനാഭിഷേക ചടങ്ങിലും വന്ന് സംബന്ധിക്കുവാൻ ദൈവം ഭാഗ്യം നൽകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. എനിക്കിവിടെ നിൽക്കുവാൻ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയം ഹൂസ്റ്റൺ സെന്റ് മേരീസ് ചർച്ച് അച്ഛൻ്റെ നേതൃത്വത്തിലാണ് അത് പണിത് ആരംഭിച്ച് അത് വളർന്ന് വന്നത്. ഇപ്പോൾ ആ ദേവാലയത്തിൽ സേവനം ചെയ്യുവാൻ, അവിടെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടവകയുടെ എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസകളും അച്ഛന് അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മാർട്ടി ശമാശനും ബാബുവങ്ങളും കുടുംബവും മറ്റ് എത്തിച്ചേർന്നിട്ടുള്ള ബാക്കി എല്ലാവരും തന്നെ വന്ധ്യ കോർപ്പിസ്കോപ്പാച്ചനെ വിളിച്ച് പ്രത്യേകമായ അനുമോദനം ഫോണിൽ അറിയിച്ചിട്ടുള്ളതാണ്. മറ്റ് പല കാരണങ്ങളുള്ളതുകൊണ്ട് അവർക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഇടവയ്ക്ക് മുഴുവനായി ഒരിക്കൽ കൂടെ എല്ലാ ഭാവങ്ങളും അർപ്പിക്കുന്നു. അതേപോലെ ഇവിടെ പ്രത്യേകമായി റിക്കഗ്നൈസ് ചെയ്ത എൽദോ ചേട്ടൻ്റെ വികാരിയായിരുന്നു ഞാൻ. അവിടെ ചെറിയ പള്ളിയിൽ അവരെ കുടുംബമായ ഏറ്റവും പള്ളിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹത്തെ ഇവിടെ കാണുവാനും ഈ ഇടവകയിലേക്ക് വേണ്ടി ഇത്ര ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എനിക്ക് എൻ്റെ ഈ ബലഹീനമായ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക അംഗീകാരം നൽകുന്നതിനോടൊപ്പം എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. പ്രത്യേകമായി നന്ദിയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഈ ഇടവകയ്ക്ക് എല്ലാവിധമായ ഭാവങ്ങളും അതിലുപരിയായി കോർപ്പിസ്കോപ്പാച്ചനും അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇവിടേക്ക് ക്ഷണിക്കുകയും ആദരിക്കുകയും ചെയ്തതിനെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 2 അച്ഛന്മാരും തിരുമേനിയുടെ കൂടെ പോകാനുള്ളത് കൊണ്ട് അവരെ കൂടി എക്സ്ക്യൂസ് ചെയ്ത് വിടുകയാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ബോബി ജോസഫ് അച്ഛനാണ്. അച്ഛന് ഈ പബ്ലിക് മീറ്റിങ്ങിൽ ഇപ്പോൾ ഇരിക്കുവാനുള്ളതായ സൗകര്യം ഉണ്ട്. പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അച്ഛനും ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ പോകും. ബഹുമാനപ്പെട്ട മാത്യൂസ് എടത്തറ അച്ഛൻ ഇപ്പോൾ നമ്മുടെ 2 വാക്ക് സംസാരിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഞാനും ബഹുമാനപ്പെട്ട ജോസഫ് കോർപ്പിസ്കോപ്പ അച്ഛനും ഉള്ള ബന്ധം അനേക വർഷങ്ങളുടെയാണ്. അച്ഛന് ഡാളസിലായിരുന്നു, ഞാൻ ഡാളസിൽ ചെന്നു. ഞാൻ അവിടുന്ന് ജോർജിയ വന്നു, അച്ഛൻ ജോർജിയ വന്നു. ഞങ്ങൾ 2 പേരും ഇവിടെ ഓരോ ചെറിയ ദേവാലയങ്ങൾ സ്ഥാപിച്ചു. ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തെ ശുശ്രൂഷിക്കാൻ തക്കം നൽകിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ഭദ്രാസനത്തിലെ ആദ്യത്തെ മലയാളി വൈദികനാണ്. അഭിവന്യാസ്വസ്ഥനിമേനിയാൽ അഭിഷിക്തനായി അദ്ദേഹത്തിൻ്റെ ദീർഘനാളത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹകരമായി ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായി സ്ഥാനലബ്ധികളെ ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് എൻ്റെ വ്യക്തിപരമായ പേരിൽ അനുമോദിക്കുന്നു. കൂടാതെ ബലഹീനനായ എൻ്റെ ശുശ്രൂഷയിലുള്ള അഗസ്റ്റായിലെ സെന്റ് മേരീസ് പള്ളിക്ക് വേണ്ടിയും പുതുതായി സ്ഥാപിച്ച ഷാർലറ്റിലെ സെന്റ് ജോർജ് പള്ളിക്ക് വേണ്ടി ഓരോ വ്യക്തികൾക്കും വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛനെ അനുമോദിക്കുന്നു. കൂടാതെ ഈ മനോഹരമായ ദേവാലയം നിങ്ങൾക്ക് നൽകിയതിനോട് ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ഇതിനെ സാധിച്ച ഇത് പ്രാവർത്തികമാക്കുവാൻ ഇടയാക്കി നിങ്ങളൊക്കെയും